എൻ്റെ മോനെ ഇവിടെ നമ്മൾ പുതിയ സിറ്റിയിൽ പുതിയൊരു പരിപാടിയായിട്ട് വന്നേക്കുവാണ്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് എന്താ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രഗ് ഡീലറാണ് സുഹൃത്തുക്കളെ. സോ നമുക്ക് കുറേ സപ്ലൈസ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ നാട്ടിൽ നിന്ന് ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് നമ്മൾ ഡ്രഗ് സപ്ലൈ ചെയ്യുന്നു. നമ്മളൊരു ഇല്ലീഗൽ ബിസിനസ് മാനാണ് ഇപ്പോൾ. അങ്ങനത്തെ കുറച്ച് പരിപാടികളായിട്ട് ഇതിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഈ പോലീസുകാരന്മാർ കാണാതെ എങ്ങനെയെങ്കിലും എനിക്ക് സാധനം ആൾക്കാരുടെ കൈ കൊടുക്കണം. അത്രേ ഉള്ളൂ എൻ്റെ പരിപാടി. പിന്നെ ഇത് ഉണ്ടാക്കണം, ചെടി നട്ട് വളർത്തണം, അതൊക്കെ നമ്മുടെ ഈ വീട്ടിൽ വെച്ചാണ്. ഇതാണ് എൻ്റെ വീട് മോനെ, ഇതാണ് എൻ്റെ വീട്. സംഭവം ചെടി ഞാൻ ഓൾറെഡി ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ ചെടി വളർത്തി വെള്ളമൊഴിച്ച് വളർത്തി ഇപ്പോൾ പേപ്പറിലൊക്കെ ആക്കി നമ്മളങ്ങനെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആൾക്കാരുടെ അടുത്ത് പോയി നമ്മളതൊന്ന് സെല്ല് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ പോലീസാണ്, ഈ ചുറ്റിനും പോലീസ് റൗണ്ട് അടിച്ച് നടക്കുവാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആൾക്കാർക്ക് കൊടുക്കണം, ഇവന്മാരെ ആരും കാണാതെ കൊടുക്കണം. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പോകണം, കൊടുക്കണം. ഇവിടെ ആർക്ക് കൊടുക്കുമെന്നാണ് ഞാൻ ആലോചിക്കണേ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഉള്ള എല്ലാ എണ്ണവും ഇങ്ങനത്തെ ഉള്ളവന്മാരാണ്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അയ്യോ ഈ ചേച്ചിയോട് ഞാൻ ചോദിച്ചതിനകത്ത് പോലീസായിരുന്നു. കണ്ടപ്പോൾ തോന്നിയില്ലടാ. ഇവിടെ ഉള്ള മിക്ക എണ്ണവും ഡ്രഗ് അഡിക്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആൾക്കാരെ കിട്ടും. പക്ഷേ പോലീസ് കാണാതെ കൊടുക്കണം. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാരെ നമ്മൾ അറസ്റ്റ് ചെയ്യും കേസ്. പിന്നെ നമ്മൾ ജയിലിലായിരിക്കും ഫുൾ ടൈം. മോനേടാ 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 ഡാ കൊച്ചർക്കടാ, നിനക്ക് എന്തെങ്കിലും വേണോടാ മോനെ? ഇവന് വേണ്ടാന്നാണ് പറഞ്ഞത്. എന്നാലും ഇവനെ നമുക്കൊന്ന് ഒന്നുകൂടെ പിടിക്കാം. എടാ നിനക്ക് വേണം അങ്ങനെയൊന്നും പറഞ്ഞാൽ ഓക്കെ. അവന് 2 പെഡ്രോ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ഇതിന് ഏകദേശം 36 രൂപയാണ്. പക്ഷേ $36. അപ്പോൾ നമ്മൾ $36 തന്നെ അവന് കൊടുക്കാൻ വേണ്ടി പോകണം. 2 പെഡ്രോ ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടാകും. എൻ്റെ കയ്യിൽ 8 പെഡ്രോ ആയിട്ടാണ് ഞാൻ ഇറങ്ങിയേക്കണം. അപ്പോൾ 2 പെഡ്രോ അവന് കൊടുത്തു. അങ്ങനെ നമുക്ക് $36 ഫസ്റ്റ് ടൈം കിട്ടിയിട്ടുണ്ട്. എടമോനെ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നമുക്ക് പിന്നെ കാണാം. നിനക്ക് സാധനം വേണമെങ്കിൽ നീ എൻ്റെ അടുത്ത് വന്നാൽ മതി. എൻ്റെ വീട് ഇവിടെ അടുത്താണ്. പോലീസ് കാണരുത് കേട്ടോ. ചേച്ചി ചേച്ചീനെ കണ്ടറിയാം നല്ല വലിക്കാരിയാണെന്ന്. സോ ചേച്ചിക്ക് സാധനം വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 2 പെഡ്രോ കൊടുക്കാമല്ലേ? ഇപ്പോൾ 2 പെഡ്രോ നമുക്ക് എടുത്ത് കൊടുക്കണം. 2 പെഡ്രോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് $36 കിട്ടും. അത് മതി എനിക്ക്. ചേച്ചിക്ക് ഞാൻ 3 പെഡ്രോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചി 3 പെഡ്രോ എടുത്തോ. എനിക്ക് നോ പ്രോബ്ലംസ് ചേച്ചി, നോ പ്രോബ്ലംസ്. ഇവരൊക്കെ ഡ്രഗ് അഡിക്റ്റാണ് ചേച്ചി, ഇവരൊക്കെ പറ്റിക്കാൻ പറ്റും നമുക്ക്. ചേച്ചിക്ക് വേണോ? ചേച്ചി നമുക്ക് തന്നെ ഓക്കെ. ചേച്ചിക്ക് 2 പെഡ്രോ ആണല്ലോ എല്ലാവരും മേടിക്കുന്നത്. എന്താ എല്ലാവർക്കും ഈ 2 പെഡ്രോ ഇത് ഒരെണ്ണമായിട്ടൊന്നും ആരും മേടിക്കുന്നില്ല. ഓക്കെ, ചേച്ചിക്ക് 2 പെഡ്രോ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് 2 പെഡ്രോ. ചേച്ചി സുഖകരമായി ചേച്ചി ഇതിലെ ഡ്രഗ് അഡിക്റ്റ് നടന്നു. പുതിയ ഡ്രഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മണ്ണൊക്കെ കോരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോയിലൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്ക് പെഡ്രോ ഇവിടെ ചെടി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇടണം. സീഡ് ഇടണം. സീഡ് ഇടാൻ വേണ്ടി കുപ്പി തുറക്കണം. കുപ്പി തുറന്നതിൻ്റെ അകത്തേക്ക് കുടഞ്ഞിടണം. അതിന് ശേഷം മൂടണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട് നമുക്ക്. ഈ പരിപാടിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഈ സാധനം വളർന്നു വരാൻ അതിലും കുറേ സമയമെടുക്കും. രാവിലെ തന്നെ വെള്ളം ഒഴിച്ച് ചെടിയൊക്കെ ഒന്ന് നമുക്ക് നേരെയാക്കണം. അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ വെള്ളം തീർന്നു പോയി. ഇനിയിപ്പോൾ വെള്ളം ഓർഡർ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് എടാ മണ്ട, വെള്ളം ഓർഡറും ചെയ്തു പോയി. എടാ പൊട്ടനാണോടാ നീ? വെള്ളം ഓർഡർ ചെയ്യണേ എന്തിനാ? ഇവിടെ വെള്ളം വരുന്ന സാധനം ഉണ്ടല്ലോ, ആ കുപ്പി ഇവിടെ കൊണ്ട് വെച്ചാൽ മതിയായിരുന്നു. എൻ്റെ മണ്ടനാണല്ലേ. ഓർഡർ ചെയ്ത വെള്ളം വന്നു. വാട്ടർ ലെവലൊക്കെ കൂടിയിട്ടുണ്ട്. ഇനി ഗ്രോത്ത് ഏകദേശം 3/4% ഗ്രോത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ആദ്യമേ. ഞാനൊരു മണ്ട. ഞാൻ മുന്നിട്ട് കടയിൽ നിന്ന് വെള്ളം ഓർഡർ ചെയ്തത് വരാൻ വേണ്ടി എത്ര നേരം എടുത്തു എന്നറിയൂ. പക്ഷേ ഫൈനലി ചെടി മൊത്തത്തിൽ വളർന്നിട്ടുണ്ട്. ഇനി ഇത് മൊത്തം നമ്മൾ പറിച്ചെടുക്കണം. പറിച്ചെടുത്തു. നമ്മൾ കട്ടർ ഉപയോഗിച്ചത് മുറിച്ചെടുത്തു. ഇനി നമുക്കിത് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യണ സാധനം ഇവിടെ ഇടാം. പാക്ക് ചെയ്യണ സാധനം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. 1 താഴേക്ക് പോക്കോ. 2 അങ്ങനെ താഴേക്ക് പോടാ. 3 താഴേക്ക് പോടാ. വേമ്പടാ. എനിക്ക് സമയമില്ല. എനിക്ക് ഇവിടെ ആൾക്കാർ പിടിക്കാനുള്ള. രാവിലെ തന്നെ പാക്കും ചെയ്ത് ഇറങ്ങി. ഇവിടെയൊക്കെ ഹോട്ടലുണ്ട്. ഹോട്ടലിൻ്റെ അകത്തേക്കൊന്നും കയറാൻ പറ്റത്തില്ല. അതങ്ങനത്തെ ഒരു കാര്യം. അയ്യോ, പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണല്ലോ ദൈവമേ സാധനമായിട്ട് വന്ന് നിൽക്കുന്നത്. അറസ്റ്റ് ചെയ്ത് നേരെ കൊണ്ടുപോകാൻ എളുപ്പമായി. ഇവിടെ നിന്നും ആരും കിട്ടുന്നില്ലല്ലോടാ. ഈ ഒറ്റയോർണ്ണത്തിനെ കാണാനില്ല. ഇവന്മാരൊക്കെ എവിടെ പോയി കിടക്കുക? ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. ഇവരോടൊക്കെ ഒന്ന് ചോദിക്കാം. ചേച്ചിക്ക് സാധനം വേണോ ചേച്ചി? ചേച്ചിക്ക് 3 പെഡ്രോ വേണമെന്ന് പറഞ്ഞു. തൽക്കാലം നമുക്ക് 2 പെഡ്രോ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ട്, എന്തായാലും നമുക്ക് കൊടുക്കണ്ട. കാരണം പുള്ളിക്കാരി ഇച്ചിരി ഡ്രഗ് അഡിക്റ്റാണ്. പുള്ളിക്കാരി മനസ്സിലാവത്തൊന്നുമില്ല. ഓക്കെ നമ്മൾ 3 പെട്രോ ചോദിച്ചു കൊടുത്ത് ഞാൻ 2 പെട്രോ കൊടുത്തു. എടാ മോനെ, ഞാൻ ഒരു സംഭവം തന്നെയാണുള്ളത്. അടുത്ത കസ്റ്റമർ ഇത് തന്നെ 2 പേരോട് ഒട്ടിപ്പോണം. എന്താണ് ബ്രോ ഇങ്ങനെ മൊട്ടയാണോ ബ്രോ? അടങ്ങമ്മാലേ, ഇവിടെ ഒന്നും പോലീസ് ഇല്ലല്ലോ അല്ലേ? ഇല്ലേ. ഒരു പോലീസിനെ ഞാൻ കണ്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഈ ചേട്ടന് തന്നെ നമുക്ക് സാധനം വേണമെന്ന് ചോദിക്കാം. ചേട്ടാ 2 പെട്രോ എടുക്കട്ടെ. മോനെ 2 പെട്രോ വേണമല്ലേ? ചേട്ടാ $36 അത്രേ ഉള്ളൂ. നമ്മളാണ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഇവിടെ ഡ്രഗ്സ് വിൽക്കുന്ന ആൾക്കാർ. സോ നിങ്ങൾക്ക് എന്തൊരു ഡ്രഗ്സ് വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ മച്ചാനെ, നിങ്ങൾക്ക് 2 പെട്രോ അല്ലേ? ഓക്കെ, സെല്ല് ചെയ്തുടാ പോൽ.
അയ്യേ പോലീസോ? അതെവിടെയാണോ? ഞാൻ കണ്ടില്ല പോലീസിനെ. അയ്യോ എൻ്റെ 3 പെട്രോയും കൊണ്ടുപോയേ. കേട്ടോ 6 മാസം ജയിൽവാസം കഴിഞ്ഞ് ഞാൻ എത്തിയിടാൻ മോനെ തിരിച്ച് വീട്ടിലേക്ക്. ഇത്തവണ പോലീസ് എന്നെ തൂക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിന് ഞാൻ ആദ്യമേ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല പെട്രോയൊക്കെ. സോ ഇത് പാക്കറ്റിലാക്കുക, നേരെ നമ്മൾ മാർക്കറ്റിൽ പോവാ കുട്ടിക്കുക. മാർക്കറ്റിലേക്ക് ഇറങ്ങിയ വഴി നമുക്ക് 2 കസ്റ്റമേഴ്സിനെ കിട്ടി, 2 പേർക്ക് കൊടുത്തു. ഈ ചേട്ടനൊക്കെ ഇരുന്ന് വലിക്കുന്ന കണ്ടില്ലടാ മോനെ, നീ അപ്പുറം മാറി നിന്ന് വലിക്കണം. ഞാൻ ഡ്രഗ്സ് കൊടുക്കുന്നേ ഉള്ളൂ, എനിക്ക് സാധനമൊന്നും കാണാൻ പാടില്ല. ഫൈനലി സാധനം മൊത്തം നമ്മൾ കൊടുത്തു. പക്ഷേ ഈ പോലീസുകാരനാണ് അന്ന് എന്നെ തൂക്കിയത്. ഇവരായിട്ട് എനിക്ക് 2 ഇടി കൊടുക്കണം കൈസ്, 2 ഇടി കൊടുക്കണം എനിക്ക്. എടാ പോലീസ് നമ്മൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനലി ഈ പോലീസിനെ തല്ലി കേസിന് നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസിനെ തല്ലി 2 മാസം ജയിലിലായിരുന്നു. ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ മച്ചമ്മ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഗുഡ് ബൈ.